കാട്ടുള്ള ജോലിക്കാരോട് ചോദിച്ചു, എന്തേ എന്നെ അറിയിക്കാത്തത്, എന്തേ എന്നെ ഉണർത്താത്തത്? അന്ന് മുതൽ പൂക്കോയത്തങ്ങൾ കടപ്പ് മാറ്റിയെന്നാണ്. അകത്തുള്ള മുറിയിൽ നിന്ന് വരാന്തക്കടുത്തുള്ള, വരാന്തയിൽ ആര് വന്നാലും അറിയുന്ന വരാന്തയോട് ചേർന്നുള്ള മുറിയിലേക്ക് മഹാനായ പാണക്കാട്ട് പൂക്കോയത്തങ്ങൾ കടപ്പ് മാറ്റിയെന്നാണ്. ശിഹാബ് തങ്ങളിലേക്ക് വരുമ്പോ ഉറക്കമളച്ചുകൊണ്ടുള്ള രാത്രികൾ, സഞ്ചാരങ്ങൾ, ജീവിതം തന്നെ ഒരു സഫർ. തങ്ങൾക്ക് യാത്ര ഇഷ്ടമായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട പണി യാത്ര. അവിടെ പോവുക, അത് കാണാം, ഇത് കാണാം. ഇടയ്ക്കൊക്കെ ഇനിയും നടത്താനുള്ള യാത്രകളെ പറ്റി പറയായിരുന്നു. ഞാൻ അടുത്ത ദിവസമൊക്കെ ചോദിച്ചിരുന്നു, നിങ്ങളെ ഇസ്തംബൂളിൽ പോണ്ടേ? ഇസ്തംബൂൾ തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്തംബൂൾ. ഞാൻ ഈജിപ്തിൽ പോയി വന്ന വിവരങ്ങൾ പറയുമ്പോൾ തങ്ങളോട് ചോദിച്ചു, തങ്ങൾ പഠിച്ച അസ്ഹറുള്ള ഈജിപ്തിൽ ഒന്നും കൂടി പോണ്ടേ? പോണം, ഈജിപ്തിൽ ഒന്നുകൂടി പോകണം. യാത്ര, ലോകം സഞ്ചരിക്കുക, ആളുകളെ കണ്ടുമുട്ടുക, മനുഷ്യന്മാരെ കാണുക, പുതിയ സംസ്കാരങ്ങൾ. അതും വെറുതെ പോയിട്ട് നാട് കണ്ട് മടങ്ങല്ല, പഠിക്കുക, മനസ്സിലാക്കുക, അതിനെപ്പറ്റി എഴുതുക. ബൽക്കീസ് രാജ്ഞിയുടെ സ്ഥലം, സുലൈമാൻ നബിയുടെ സ്ഥലം, ബൽക്കീസ് രാജ്ഞി പണി കഴിപ്പിച്ചിരുന്ന കൊട്ടാരം, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങ് പറയാൻ തുടങ്ങും ഉത്സാഹത്തോടു കൂടി. സാധാരണ സംസാരം വളരെ കുറഞ്ഞ മഹാനായ തങ്ങൾ വാചാലനാകുന്ന നേരം ഇത്തരം നേരമാണ്. ചരിത്രത്തിന്റെ കൗതുകം അവിടെയാണ്. ബൽക്കീസ് രാജ്ഞിയുടെ അണക്കെട്ട്, അണക്കെട്ടിന് ഇങ്ങനെ പ്രത്യേകതകളുണ്ട്, അതിങ്ങനെയാണ്, അതിനെക്കുറിച്ച് ലേഖനം എഴുതുക. ഈ അടുത്ത കാലത്തും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ലേഖനം എഴുതി. ലോക സഞ്ചാരം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു, മഹാനായ തങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് ലോകത്തെ രാജ്യങ്ങളിലൂടെ ആയിരുന്നില്ല, ലോകത്തെ വിമാനങ്ങളിലൂടെ ആയിരുന്നില്ല, ലോകത്തെ റോഡുകളിലൂടെ ആയിരുന്നില്ല, മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെയായിരുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങൾ, അത് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരാള് പാണക്കാട്ട് കയറി ചെല്ലുമ്പോ ഒരു പാവപ്പെട്ട പെണ്ണ് വന്ന് നിൽക്കുമ്പോ അറിയാമായിരുന്നു എന്താ ഇവളുടെ പ്രശ്നം. ഇവളെ ഭർത്താവ് അന്യായമായിട്ട് തലാക്ക് ചൊല്ലിയിട്ടത് പറയാനാണോ അവൾ വന്നത്? കാണുമ്പോ അറിയാമായിരുന്നു. അത് വളരെ വാത്സല്യത്തോടുകൂടി മനസ്സിലാക്കി, വാത്സല്യത്തോട് അതിന് പരിഹാരം നിർദ്ദേശിച്ച്, നീതിബോധത്തോടുകൂടി അത് പരിഹരിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ യാത്ര, ആ യാത്രയിൽ സങ്കടങ്ങൾ, പക്ഷേ നമുക്കൊക്കെ ഓർക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് അള്ളാഹുവിന്റെ വിധിയിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഈ ദുഃഖം നമ്മുടെ ഉള്ളിൽ പതഞ്ഞു പൊന്തുമ്പോ, ഈ ദുഃഖം നമ്മെ തളർത്തുമ്പോ, ഈ ദുഃഖം നമ്മുടെ സപ്തനാഡികളെയും ക്ഷീണിപ്പിക്കുമ്പോ, ഈ ദുഃഖം നമ്മുടെ ആത്മാവിനെ പിടികൂടുമ്പോ, ഈ ദുഃഖം നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലക്കുമ്പോ നമുക്ക് ആശ്വസിക്കാനുള്ളത് ഒന്നേ ഒന്ന് മാത്രം, അള്ളാഹുവിന്റെ വിധി. അതാണ് ഭാഗ്യം. ഇത്രയും കൊല്ലം കിട്ടിയല്ലോ. മാത്രമല്ല, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്പം നടക്കാൻ ചെറിയ പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് ആ കൈ പലപ്പോഴും നമ്മുടെ തോളിൽ വെച്ചു. അവസാനം ഞാൻ കണ്ടുമുട്ടിയ സ്ഥലത്തുനിന്നും അവസാനം പിരിയുമ്പോഴും എന്റെ തോളത്ത് കൈ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് പിരിഞ്ഞത്. കൈ പിടിച്ചു വന്നു, ഇപ്പോഴും എന്തൊക്കെ തമാശ പറഞ്ഞു. അത് തങ്ങളുടെ ഭാര്യ വീടിന്റെ പ്രദേശമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നാടാണല്ലോ, തങ്ങളുടെ പത്നിയുടെ വീടും ഇവിടെയാണല്ലോ. അതൊക്കെ പറഞ്ഞ് രസിച്ചിങ്ങനെ വന്ന് കൈ പിടിച്ച് കാറിന്റെ അടുക്ക വരെ പോയി ഇരുന്ന് കാറിന്റെ അകത്തേക്ക് നോക്കി യാത്ര അയച്ചതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗ്യം, അള്ളാഹുവിന്റെ വിധി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തീരുമാനിച്ചത് നടക്കണം.
നമ്മൾ പ്രയാസപ്പെടുന്നു, ദുഃഖിക്കുന്നു, അള്ളാഹു ഈ ദുഃഖത്തിന് പകരവും നൽകും. നമ്മൾ ആശ്വസിക്കണം. അള്ളാഹു അവന്റെ കാരുണ്യം പിൻവലിക്കുന്നില്ല. നമ്മൾ പ്രത്യാശയോടെ നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഹത്വമാർന്ന നേതൃത്വത്തെ ഇതോടെ അവസാനിപ്പിക്കില്ല. അള്ളാഹു അതിനെ നിലനിർത്തും. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. മോഹബ്ബത്ത് മേ ഖുദാ കരേ മോഹബ്ബത്ത് മേ ഏ മഖാമായേ. അങ്ങയോടുള്ള സ്നേഹത്തിൽ ഈ ഒരു മഖാമ്, ഈ ഒരു പദവി വരട്ടെ. കിസി കാ നാം ലോ ലബ് പേ തുമ്ഹാരാ നാമായേ. പറയാൻ വേണ്ടി എന്തെങ്കിലും ചുണ്ടിൽ അങ്ങയെ ഓർക്കുന്ന സമയമാകുമ്പോഴേക്ക് ഖുദാ കരേ മോഹബ്ബത്ത് മേ യേ മഖാമായേ. അങ്ങയോടുള്ള സ്നേഹത്തിൽ ഈ അവസ്ഥ വരട്ടെ. കിസി കാ നാം ലോ ലബ് പേ തുമ്ഹാരാ നാമായേ. അങ്ങയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ അങ്ങയുടെ ഓർമ്മ കൊണ്ട് ചുണ്ടുകൾ തരളിതമാകട്ടെ. എന്തൊരാശ്ചര്യത്തോടെയാണ് അങ്ങ് ഈ സമൂഹത്തെ നയിച്ചത്. എത്ര വലിയ സ്നേഹത്തോടെയാണ് അങ്ങ് മന്ദഹാസം തൂകി നിന്നത്. എത്ര വലിയ നിഷ്കളങ്കതയോടെ, മനസ്സിന്റെ നിർമ്മലതയായിരുന്നു മഹാനായ തങ്ങളുടെ ഏറ്റവും വലിയ നിധി. എത്ര വലിയ നിഷ്കളങ്കതയോടെയാണ് അങ്ങ് സഹജീവികളുമായി സംവദിച്ചത്, വ്യവഹരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹിത ജീവിതത്തിന് സകല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅദ്ഖിൽഹുൽ ജന്ന വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ ഫീഹി വമിൻ അദാബിൻ നാർ. മഹാനായ തങ്ങളുടെ ഖബറിങ്കൽ തലഭാഗത്ത്, ശിരോഭാഗത്ത് നിങ്ങളൊക്കെ കണ്ടു കാണും, ഒരു വലിയ ഉയർന്ന തെങ്ങുണ്ട്. അവിടെ പോയി നിൽക്കുമ്പോൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഒരുപാട് സംഭവങ്ങൾ കടന്നു പോകും. കണ്ടതും സംസാരിച്ചതും ചിരിച്ചതും ഇടപഴകിയതൊക്കെ കടന്നു പോകുമ്പോ ആ ദുഃഖത്തിന്റെ തള്ളിച്ചയിൽ ശരീരം തളരുമ്പോ നമ്മളെപ്പോലുള്ള നിസ്സാരന്മാർക്ക് താങ്ങാൻ ഒരു തെങ്ങ്, ശരീരം താങ്ങാൻ, ആത്മാവും ദുഃഖവും താങ്ങാൻ ഒരു തെങ്ങിനും കഴിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ ദുഃഖങ്ങൾക്ക് ശമനമില്ല, സങ്കടങ്ങൾക്ക് ഔഷധമില്ല, സമസ്യകൾക്ക് നിവാരണമില്ല. ഇതെന്നൊക്കെ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. അല്ലാഹുവേ, നീ ഇച്ഛിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, ഇച്ഛിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുന്നു. നീ ഇച്ഛിക്കുന്നവർക്ക് നീ മാനം നൽകുന്നു, നീ ഇച്ഛിക്കുന്നവരെ നീ മാനം കെടുത്തുന്നു. അല്ലാഹുവേ, സകല നന്മകളും നിന്റെ കയ്യിലാണ്. നീ രാത്രിയിലേക്ക് പകലിനെ സന്നിവേശിപ്പിക്കുന്നു. തൂലിജുൽ ലൈല ഫിന്നഹാർ വതൂലിജുൻ നഹാറ ഫില്ലൈൽ وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. അല്ലാഹുവേ, നീ മരിച്ചതിൽ നിന്ന് ജീവനെയും ജീവനിൽ നിന്ന് മരിച്ചതിനെയും, മൃതദേഹത്തിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് മൃതദേഹത്തെയും പുറത്തു കൊണ്ടുവരുന്നവനും നീയാണ്, കണക്കറ്റ് കൊടുക്കുന്നവനും നീയാണ്. എല്ലാം അല്ലാഹുവാണ്. നമ്മൾ ദുഃഖിച്ച് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ്. സർവശക്തനെ അല്ലാഹ് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു മഗ്ഫിറതൻ വാസിഅ വർഹംഹു റഹ്മതൻ വാസിഅ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 9895641290.